ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഇന്ന് വഴിയിൽ വിട്ടുപോയ കാര്യം ഒന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് ഐസോളിലുള്ള എൻ്റെ മറ്റൊരു ബ്ലോക്കിലേക്കുള്ള യാത്രയിലായിരുന്നു. അവിടെ മഴ പെയ്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായി. ശരിക്കും എന്താ പറയുക, കുറേ പേര് മരിച്ചു, കാണാണ്ടായിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന വഴി അത് ബ്ലോക്കായിരുന്നു. ഇന്നലെ രാത്രി അത് ബ്ലോക്കായി, കാരണം അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഇത് വേറൊരു വഴിക്കൂടെ വന്നത്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ലേറ്റായി നമ്മൾ ഈ വഴിക്ക് എത്തിയപ്പം. ഈ വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ദുർഘടം പിടിച്ചൊരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ ശരിക്കും പെട്ടുപോയി. ശരിക്കും മണ്ണിടിച്ചിലുണ്ടാക്കിയിട്ട് മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തിട്ട് ആകെ സ്ലിപ്പായിട്ട് കിടക്കുന്ന പോക. കാരണം വണ്ടിയൊക്കെ കെയർഫുള്ളായി പോയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കൊക്ക പോലുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നമ്മൾ കെയർഫുള്ളായില്ലെങ്കിൽ പണി കിട്ടും. ശരിക്കും 2 വീലർക്കാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അറ്റ് എ ടൈം ഒരു വണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ, ഒരു സൈഡ്, അങ്ങനെയാണ്. അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും, അങ്ങനൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടായിരുന്നു. യാത്രയാണ് നമ്മുടെ മെയിൻ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പോകുന്ന വഴിക്ക് ഇതേപോലെ 2-3 സ്ഥലങ്ങളിൽ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ 2 വീലർക്കാർക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞില്ല. ഒരു ചേട്ടന് തീരെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആളെ വിളിച്ചു. അപ്പോൾ ആൾ ചെന്ന് ഉന്തി കൊടുക്കുകയാണ്. എന്നാൽ അമ്മാതിരിയാണ്, കാരണം വരാൻ പറ്റില്ല. അവിടെ തലതല്ലി വീഴും വണ്ടി ആളൊക്കെ വേറെ വേറെ വഴിക്കായിരിക്കും. അങ്ങനെയാണ് അവസ്ഥ. അപ്പം ഞങ്ങളിത് അവിടെ നിന്നൊക്കെ മാറി വണ്ടികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞങ്ങളും തിരിച്ച് വീണ്ടും പോയി. പിന്നെയും കഴിഞ്ഞപ്പോൾ പിന്നെയും അവിടെ നിന്ന് ഞങ്ങൾ വേറെയും ലാൻഡ് സ്ലൈഡിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ശരിക്കും വളരെ എന്താ പറയുക, റിസ്ക് പിടിച്ചൊരു കാര്യത്തിലൂടെയാണ് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങളതൊക്കെ ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലങ്ങളും ഇവിടുത്തെ അവസ്ഥകൾ. പിന്നെ ചില സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണിട്ട് ഇതുപോലെ JCB കൊണ്ടുവന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രശ്നമുള്ളൊരു ഏരിയയിലൂടെയായിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പതുക്കെ നമ്മളവിടെ നിന്ന് നമ്മുടെ യാത്രയൊക്കെ നമ്മൾ തുടർന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പോയപ്പോൾ നല്ല റോഡിലേക്ക് നമ്മൾ നീങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങി. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത് പൊറിഞ്ച് നല്ല പൊറിഞ്ചെന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. അതൊരു കഞ്ഞി പോലുള്ള സംഭവമാണ്. അത് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ റൈസ് ഉണ്ടായിരുന്നു. രാവിലെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസാണ്. നമ്മുടേതുപോലെ ചപ്പാത്തിയും പുട്ടും ദോശ ഇഡലിയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ റൈസ് തന്നെയാണ് വിഭവസമൃദ്ധമായിട്ട്. അപ്പോൾ ചിക്കനും പോർക്കും വെജിറ്റബിൾസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഇത് ബാംബൂ ഷൂട്ടാണ്, നല്ല ഫ്രഷ് ബാംബൂ ഷൂട്ടാണ്. അവരതൊക്കെ തന്നെ വാരി കഴിക്കുന്നത് കാണാം. ഞാൻ ആ റൈസും കുറച്ച് പിന്നെ മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു പുഴുങ്ങിയത്, അതും കൂടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ നമ്മുടെ യാത്രയിലുണ്ടായൊരു സംഭവമാണ് കാണിക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ, സീ യു, ബൈ.